It's me Shailyas from Good Design. അപ്പോൾ ഇത് പുതിയ കളക്ഷനാണ്, ഈദ് സ്പെഷ്യൽ കളക്ഷനാണ് കേട്ടോ. നമ്മൾ ഇത്രയും ദിവസം കാണിക്കുന്ന സമയത്തൊക്കെ ഡാർക്ക് ചാർട്ട് കാണിക്കണം, ഡാർക്ക് ഷെയ്ഡിലുള്ള ഐറ്റംസ് കാണിക്കണം എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കാണിക്കുന്നത് വിത്ത് മസ്ലിൻ സിൽക്ക്, പ്യുവർ മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഇഷ്ടമാവുന്ന പീസ് ഏതാണോ സ്ക്രീൻഷോട്ട് എടുക്കുക, എൻ്റെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യട്ടെ. പേയ്മെന്റ് ഒക്കെ ഗൂഗിൾ പേ ത്രൂ ആണ്, അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. DTDC പോസ്റ്റൽ സൗകര്യം. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ നോക്കി സെലക്ട് ചെയ്യുക. റീപ്ലേസ്മെന്റ് റീഫണ്ടിങ് പോലെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഐറ്റം ഐറ്റം പെട്ടിട്ടുള്ളത് ഒരു പ്രീമിയം കളക്ഷനാണ്. ഇതിന്റെ തന്നെ കോപ്പീസ്, ഇതൊരു ബ്രാൻഡഡ് പീസാണ്. ഇതിന്റെ തന്നെ സെയിം നമുക്ക് തോന്നുന്നത് തന്നെയാണ്, അത് തോന്നും അങ്ങനത്തെ സെയിം കോപ്പീസ് വന്നിട്ടുണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താ വെച്ചാൽ മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. അതുപോലെ ദുപ്പട്ടയിൽ ഇതുപോലെ ആപ്ലിക് വർക്കുകൾ ഞാൻ മുൻകൂട്ടി പറയാൻ കാരണം ഇതാ, ഇതുപോലെ ആപ്ലിക് വർക്കുകളാണ് വരുന്നത്. എക്സ്ട്രാ വിസ്കോസ് ഓർഗൻസിൽ കട്ട് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ആപ്ലിക് വർക്കുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ആഡഡ് ആണ്. അതുപോലെ ഈ നെക്ക്, ഈ ഒരു ഷേപ്പിന്റെ ഏരിയയിലുള്ള ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഇതിൽ ഫുള്ള് സെറി വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിന്റെ വർക്ക് എക്സ്ട്രാ ആണ്. മെറ്റീരിയലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പറയാൻ കാരണം ഒന്ന് രണ്ട് ചാനലിനെ കണ്ടിട്ടുണ്ട് ഇതുപോലെ സെയിം നമുക്ക് അതേ പാറ്റേൺ ആയിട്ട് തോന്നും, പക്ഷെ ഡിഫറെന്റ് ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രീമിയം കളക്ഷന്റെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഭയങ്കര ഇതാണ് ഭയങ്കര റേറ്റ് കൂടുതലാണ്. ഇത് തന്നെ ഞാൻ വേറൊരു സൈറ്റിൽ കണ്ടു. പക്ഷെ ആ കമന്റ് ഇടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യണം, അത് സെയിം ഐറ്റം തന്നെയാണോ എന്നുള്ളത്. കാരണം വെച്ചാൽ ദുപ്പട്ടയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ദുപ്പട്ട ആപ്ലിക് വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് പ്രിന്റ് ആണ് വിത്ത് 4 സൈഡ് ലൈൻസും ഹാങ്ങിങ്സും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഐറ്റം. ഒരു പ്രിന്റ് മാത്രം നോക്കിയിട്ട് ആ ഒരു ഐറ്റം ഈ ഒരു ഐറ്റം ആണെന്ന് നിങ്ങൾ പറയരുത്. ഒരു അഭ്യർത്ഥനയാണ്. കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അത്രയുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറും നമ്മുടെ പ്രീമിയം കളക്ഷൻസ് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. നമ്മുടെ എല്ലാ ദിവസവും രാവിലെ കാണുന്ന പീസുകൾ ഫുൾ 1000 തൊട്ട് 1500 രൂപയുടെ ഉള്ളിൽ വരുന്നത്. നമുക്ക് 900 റേഞ്ചിലുള്ള ഐറ്റംസ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ബിസിനസ്സാണ്, നമുക്ക് എല്ലാ കാറ്റഗറി ഉള്ള കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രീമിയം കളക്ഷൻ്റെ ഒരു കളക്ഷൻസ് നമ്മൾ കാണിക്കും. പിന്നെ ഇതൊക്കെ അല്ലേ കുറച്ചൊരു പ്രീമിയം കളക്ഷനൊക്കെ വേണ്ടത്. നോർമൽ ഒരു ഡ്രസ്സ് മാത്രമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറിംഗ് ആയിരിക്കും. വെറൈറ്റി കാണിക്കാൻ എനിക്ക് താല്പര്യമുള്ളത്. ഓഫ്കോഴ്സ് നമുക്ക് റേറ്റ് കുറവുള്ളത് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതായ കാരണമാണ് കുറച്ച് കോസ്റ്റ്ലി ഐറ്റംസ് കാണിച്ചു വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് വിചാരിക്കുകയാണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് വിത്ത് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഷേപ്പിന്റെയും ഹിപ്പിന്റെ ഏരിയയിലായിട്ട് നല്ലൊരു അടിപൊളി ഫ്ലവർ വരുന്നുണ്ട് വിത്ത് സെറി ആൻഡ് സീക്വൻസ് ഹൈലൈറ്റിംഗ് കേട്ടോ. അതുപോലെ ബാക്ക് പോർഷനിൽ ഇങ്ങനെയുള്ളൊരു ലൈൻ പാറ്റേണിലൊരു വർക്ക് വരുന്നുണ്ട്. 4XL സൈസ് ആണ് ഉണ്ടായിരിക്കുക. 49 ആയിട്ട് ടോപ്പിന്റെ ലെങ്ത് ഉണ്ടായിരിക്കുക കേട്ടോ. പ്യോർ മസ്ലിൻ ആണ്, പ്യോർ മസ്ലിൻ സിൽക്കിൽ വരുന്ന ടോപ്പാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ബോട്ടം വരുന്നത് അതുപോലെ തന്നെ ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടാണ്. അതും ക്യാൻവാസ് കോട്ടൺ എന്നുള്ളത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ബോട്ടാണ് കേട്ടോ. ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണ്. ഒരു സിൽക്കി ഫീലൊക്കെ വരുന്ന വിത്ത് ആപ്ലിക് വർക്ക് ആണ്. ആ ആപ്ലിക് വർക്ക് നന്നായി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഷെയ്ഡിങ് പാറ്റേണിലാണ് ചെയ്തത്, സിംഗിൾ ഷെയ്ഡ് അല്ല, ബ്ലാക്കും ഗ്രേയും കൂടെ വെച്ച് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ദുപ്പട്ട വരുന്നതും പ്രീമിയം ആയിട്ടുള്ള മസ്ലിൻ സിൽക്കാണ്. മസ്ലിൻ സിൽക്കിലേക്ക് ഫുൾ ആപ്ലിക് വർക്കുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആപ്ലിക് വർക്ക് ചെയ്തിട്ട് അതിനെ ഫുൾ ഇതുപോലെ സിൽക്ക് ത്രെഡും അതുപോലെ തന്നെ സെറിയും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇതൊക്കെ നമ്മുടെ കോസ്റ്റ് കുറവുള്ള ഐറ്റം പീസുകളിൽ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. അതാണ് ഡിഫറൻസ് വരുന്നത് കണ്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട നല്ല മാനേജബിൾ ആണ്. ഭയങ്കര ഒരു സിൽക്കി ഫീൽ വരുന്നത് കാരണം അത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ, ലുക്കാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് മസ്ലിൻ സിൽക്കിലുള്ള മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ട്, പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡീപ് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നതാണ് വിത്ത് സെയിം ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് റൈറ്റ് സൈഡിലായിട്ട്. അതൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഡീപ് ബ്ലാക്ക് ആണ് ടോപ്പ് വരുന്നത്. 49 ആയിരിക്കും ലെങ്ത്. 4XL സൈസ് വരെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. റൈറ്റ് സൈഡിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ബാക്ക് പോർഷൻ ഇതുപോലെ ഒരു ലൈൻസ് ഇങ്ങനെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഫുൾ സെറിയും ബ്ലാക്ക് കളറിലുള്ള സീക്വൻസും വെച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു വെറൈറ്റി പീസ് ആയിട്ട് ഫീൽ ചെയ്തതാണ്. ഇനി ബോട്ടം വരുന്ന പറഞ്ഞാൽ ക്യാൻവാസ് കോട്ടൺ ആണ് വിത്ത് ആ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന ലെഗിന് ഇതുപോലൊരു ആപ്ലിക് വർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഇതാണ് ആ ഒരു വർക്ക് വരുന്നത്. റൈറ്റ് സൈഡ് ലെഗിന് വരുന്നതാണ്. ദുപ്പട്ട വരുന്നത് മസ്ലിൻ സിൽക്കാണ്. അതും പ്രീമിയം മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട വിത്ത് ആപ്ലിക് വർക്ക്. ആപ്ലിക് വർക്ക് ഞാൻ എടുത്തു പറയാൻ കാരണം അതിനൊക്കെയാണ് എമൗണ്ട് കൂടുതലാവുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ആപ്ലിക് വർക്ക് വരുന്നത് ദുപ്പട്ടയിൽ.
അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വിസ്കോസിൻ്റെ ഒരു പീസ്, വിസ്കോസ് ഓർഗൻസയുടെ പീസ് കൊണ്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ ഫ്രണ്ട് പോർഷൻ ഫുൾ അതുപോലെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതാണ് അയ്യോ ഈ സൈഡിലിട്ടാൽ കാണില്ലല്ലേ, ഈ സൈഡിലേക്കാണ്. അപ്പോൾ ഈ വർക്ക് കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരിക വിത്ത് ബോട്ടം കേട്ടോ. ബോട്ടത്തിൻ്റെ റൈറ്റ് സൈഡിലും ഇതുപോലെ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. സെക്കൻഡ് വൺ, തേർഡ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു മജന്ത കോമ്പിനേഷനും കൂടെയാണ് വരുന്നത്. 48 ആയിരിക്കും 49 ആയിരിക്കും ടോപ്പ് ലെങ്ത് വരിക. അതുപോലെ തന്നെ 4XL സൈസ് വരെ ചെയ്യാം കേട്ടോ. നോക്കിയൊക്കെ ഇതിൻ്റെ സൈഡിൽ വരുന്നത് ഇതുപോലെ ഒരു ഇതാണ് വരുന്നത് കേട്ടോ. കോമ്പിനേഷൻ നല്ല രസമുള്ള കോമ്പിനേഷനാണ്. ബാക്ക് പോർഷൻ ഇതുപോലെ ഒരു പിങ്ക് ലൈനാണ് വരുന്നത്. സീക്വൻസും സെറിയും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് പ്രീമിയം ആയിട്ടുള്ള മസ്ലിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത്. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടൺ ആണ്. ക്യാൻവാസ് കോട്ടൺ നല്ലൊരു പ്രീമിയം കളക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സിൽക്കി ഫീൽ വരും. വിത്ത് ആപ്ലിക് വർക്കാണ്. ഇത് പ്രിന്റ് ഒന്നല്ല, ഒരു വർക്ക് കട്ട് ചെയ്തിട്ട് എംബ്രോയിഡറി ത്രെഡ് വെച്ച് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ബോട്ടത്തിന്റെ റൈറ്റ് ലെഗിൽ വരുന്നത്. പിന്നെ ദുപ്പട്ട വരുന്നത് അതുപോലെ തന്നെ മസ്ലിൻ സിൽക്കാണ്. അതും പ്രീമിയം ആയിട്ടുള്ള മസ്ലിൻ സിൽക്കാണ് വരുന്നത് കേട്ടോ. വിത്ത് ആപ്ലിക് വർക്ക്. ഇത് ഫുള്ള് ത്രെഡ് കൊണ്ട് ഈ ത്രെഡ് വർക്കാണ് കട്ട് ചെയ്തിട്ട് ഒരു വിസ്കോസ് ഓർഗൻസ മെറ്റീരിയൽ കട്ട് ചെയ്ത് ഇതിലേക്ക് വെച്ചിട്ടാണ് അതിന് ഔട്ടിങ് കൊടുത്തിട്ട് കവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാണ് ടോപ്പും ദുപ്പട്ട കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് ലാസ്റ്റ് വന്നിട്ട് ഞാൻ ഇട്ടതാണ് ഒരു പീകോക്ക് ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു പീകോക്ക് ബ്ലൂ കളറും കൂടെ വരുന്ന കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട് കേട്ടോ. 49 ആണ് ലെങ്ത് വരുന്നത്. വീഡിയോയിൽ ഇതിന്റെ കളർ ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ട് വരും. നോർമലി നമുക്ക് അങ്ങനെ വരാറുണ്ട്, പീകോക്ക് ബ്ലൂ ആയിട്ട് മാറാറുണ്ട്. ഇത് ആക്ച്വലി പീകോക്ക് ഗ്രീൻ ഷെയ്ഡാണ് വിത്ത് ബ്ലൂ കളറിൽ വരുന്ന ആപ്ലിക് അല്ലെങ്കിൽ ഫ്ലോറൽ പ്രിന്റ് ആണ്. അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെറിയും അതുപോലെ തന്നെ സീക്വൻസും വെച്ചിട്ട്. ബാക്ക് പോർഷൻ ഇതുപോലെ ഒരു ലൈൻ പാറ്റേൺ വരുന്നുണ്ട്. നല്ല മെറ്റീരിയൽ ആണ്. പ്രീമിയം ആയിട്ടുള്ള മസ്ലിൻ സിൽക്കാണ് ടോപ്പിന്റെ മെറ്റീരിയൽ. ബോട്ടം വരുന്നത് ക്യാൻവാസ് കോട്ടണിൽ വരുന്ന ബോട്ടം വിത്ത് ആപ്ലിക് വർക്ക്. അത് തന്നെ ബ്ലൂ ഷെയ്ഡ് കണ്ടോ, കട്ട് ചെയ്തിട്ട് ഫുള്ളി കവർ ചെയ്ത് സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ഔട്ടിങ് കവർ ചെയ്തിട്ടുള്ളത്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ വരുന്നത് മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട. അത് പ്രീമിയം ആയിട്ടുള്ള മസ്ലിൻ സിൽക്കാണ്. അതിൽ ഫുൾ ആപ്ലിക് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും പ്രിന്റില്ല, ഞാനാണ് ഓരോന്നെടുത്ത് കാണിക്കുന്നത്. കാരണം നമുക്കത് ബുദ്ധിമുട്ടുണ്ട്. കാരണം അപ്പോൾ എന്താ വിചാരിക്കുക വെച്ചാൽ നമ്മളിത് ഭയങ്കര കോസ്റ്റ് ആയിട്ട് വിൽക്കുക എന്നുള്ള ലെവലിലുള്ള കമന്റ്സ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഐറ്റത്തിനൊക്കെ ഈ ഒരു ബ്രാൻഡ് പീസിന് അത്ര കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന് ദുപ്പട്ട വരുന്നത്. ഇനി എല്ലാ ഐറ്റംസും നമ്മൾ കാണിക്കുന്നു. അങ്ങനെ എല്ലാ മെറ്റീരിയലും നമ്മൾ ഭയങ്കര കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ 1000 റേഞ്ച് ഉണ്ട്, 900 സെയിൽ ചെയ്യാറുണ്ട്, 1100 നല്ല അടിപൊളി പീസുകൾ നമുക്കത് അതിൽ കോസ്റ്റ് ഇട്ട് വെച്ചൂടെ. മോഡൽ സിൽക്ക് നമ്മൾ 3 പീസ് ഒക്കെ 299 അത് നിങ്ങൾ എവിടെ പോയാലും കിട്ടില്ല, ഞാൻ ഗ്യാരണ്ടി പറയാം. എവിടെ പോയാലും ഒരു 3 പീസ് യൂസ് സൈസ് മോഡൽ സിൽക്കിന്റെ നിങ്ങൾക്ക് 299 എന്നുള്ള കോസ്റ്റ് കിട്ടും. നമ്മൾ ഓഫറിൽ മാത്രം സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നതാണ്. അതും നമുക്ക് 3 പീസ് കിട്ടും. എങ്ങനെ ബോട്ടം കോട്ടൺ ആയിട്ടൊക്കെയാണ്. അത് 3 above വരും. 3300 ഒക്കെ മിനിമം കോസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിനെ വിചാരിക്കുകയാണ്. പിന്നെ എപ്പോഴും അതിനൊരു നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവ് കമന്റ് എന്തായാലും വരും. അത് ഞാൻ അത്ര തന്നെ കാണുന്നുള്ളൂ. കാരണം ഞാൻ ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെ. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, നിങ്ങൾ ആരും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എനിക്ക് ആ ഒരു കമന്റ് വന്നപ്പോൾ അവരത് ശ്രദ്ധിക്കാണ്ടാണല്ലോ കമന്റ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് റിസൾട്ട് വരാം. അതായിരിക്കും ബൈ.